ഈശോയുടെ തിരുഹൃദയത്തിന് സ്തുതി. ജൂൺ 13. ഈശോയുടെ തിരുഹൃദയം അനുസരണത്തിൻ്റെ മാതൃക. ഈശോയുടെ തിരുഹൃദയം അനുസരണത്തിൻ്റെ അതിമനോഹരമായ മാതൃക നൽകുന്നു. പിതാവിൻ്റെ ഹിതപ്രകാരം വചനം മാംസമായി. മനുഷ്യപ്രകൃതിയിൽ മനുഷ്യരക്ഷാകർമ്മം പൂർത്തിയാക്കാൻ വേണ്ടി ദൈവപുത്രൻ മനുഷ്യപ്രകൃതി സ്വീകരിച്ചു. ഈശോയുടെ അനുസരണത്തെക്കുറിച്ച് കത്തോലിക്ക മതബോധന ഗ്രന്ഥം ഇങ്ങനെ പഠിപ്പിക്കുന്നു: തൻ്റെ മാതാവിനും നൈയാമിക പിതാവിനും വിധേയനായി ജീവിച്ചുകൊണ്ട് യേശു 4-ാം പ്രമാണം പൂർണ്ണമായും അനുസരിച്ചു. തൻ്റെ സ്വർഗീയ പിതാവിനോടുള്ള പുത്രനിർവിശേഷമായ സ്നേഹത്തിൻ്റെ കാലിക പ്രതീകമായിരുന്നു അത്. ജോസഫിനെയും മറിയത്തെയും അനുദിനം അനുസരിച്ചത് ഗത്സമേൻ തോട്ടത്തിലെ അനുസരണത്തിൻ്റെ പ്രഖ്യാപനവും മുൻ നിർവഹണവുമായിരുന്നു. എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ എന്ന് യേശു അന്ത്യ അത്താഴത്തിൽ തന്നെ സമർപ്പിച്ചു പറഞ്ഞപ്പോൾ മുൻകൂട്ടി സ്വീകരിച്ച പുതിയ ഉടമ്പടിയുടെ കാസ പിന്നീട് ഗത്സമനിയിൽ വച്ചുണ്ടായ തീവ്രവേദനയിൽ മരണം വരെ അനുസരണമുള്ളവനായിക്കൊണ്ട് തൻ്റെ പിതാവിൻ്റെ കയ്യിൽ നിന്ന് സ്വീകരിച്ചു. ക്രിസ്തുവിൻ്റെ രഹസ്യ ജീവിതത്തിലെ അവിടുന്ന് കാണിച്ച അനുസരണം ആദത്തിൻ്റെ അനുസരണക്കേട് മനുഷ്യർക്ക് നഷ്ടപ്പെടുത്തിയത് പുനഃസ്ഥാപിക്കാനുള്ള ദൈവിക പദ്ധതിയുടെ പ്രാരംഭം തന്നെയായിരുന്നു. CCC 532. ദൈവിക നിയമത്തിന് വിധേയമായി യഹൂദ മതപ്രകാരം അവിടുന്ന് സമൂഹത്തിൽ ജീവിച്ചു. ഈ കാലയളവിനെക്കുറിച്ച് നമുക്ക് വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് ഇത് മാത്രമാണ്. നസ്രത്തിൽ അവൻ അവർക്ക് വിധേയനായി ജീവിച്ചു. ലൂക്ക 2:51. പിന്നീട് പരസ്യ ജീവിതത്തിൽ യേശു പറഞ്ഞു: എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവൻ്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എൻ്റെ ഭക്ഷണം. യോഹന്നാൻ 4:32. ഫിലിപ്പിയർക്കുള്ള ലേഖനത്തിലൂടെ പൗലോസ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു: യേശുക്രിസ്തുവിൽ ഉണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും അവിടുന്ന് ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. കുരിശുമരണം വരെ അനുസരണമുള്ളവനായി തന്നെ താഴ്ത്തി. ഒരു മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഒരു മനുഷ്യന്റെ അനുസരണത്താൽ അനേകർ നീതീകരിക്കപ്പെട്ടു. യേശു തൻ്റെ അനുസരണത്താൽ പാപപരിഹാര ബലിയായി സഹനദാസന്റെ ദൗത്യമേറ്റെടുത്ത് പൂർത്തിയാക്കി. ആദ്യത്തെ ആദം അനുസരണക്കേടിലൂടെ നിഷേധിച്ച കൃപകളെല്ലാം മനുഷ്യജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ 2-ാം ആദമായ ഈശോയുടെ അനുസരണം ഹേതുവായി. തൻ്റെ മരണത്തിലൂടെ പിതാവിൻ്റെ ഹിതത്തോട് പൂർണ്ണവും സ്വതന്ത്രവുമായ വിധേയത്വം ഈശോ പ്രകടമാക്കി. നമ്മുടെ അഹന്ത യേശുവിൻ്റെ അനുസരണത്തിന് വിപരീതമാണ്. അനുസരണം സ്നേഹത്തിലൂടെ ഉരുത്തിരിയുന്ന സ്വതന്ത്രമായ സമർപ്പണമാണ്. അനുസരണം ഭയത്താലും നിർബന്ധത്താലും ആകരുത്. ഈശോയുടെ ഹൃദയത്തിൽ കത്തിജ്വലിച്ച പിതാവിനോടുള്ള സ്നേഹമായിരുന്നു അവിടുത്തെ അനുസരണം. അനുസരിക്കുന്നത് അനുഗ്രഹമാണ്. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ മാതൃക നമ്മെ പ്രചോദിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങയുടെ ഹിതം നിറവേറ്റാൻ ഇതാ ഞാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ എന്നേക്കുമായി തൻ്റെ ശരീരം സമർപ്പിച്ച് കുരിശുമരണത്തിലൂടെ ഞങ്ങളെ വീണ്ടെടുത്ത ഈശോയെ, അനുദിന ജീവിതത്തിൽ ദൈവഹിതം അന്വേഷിച്ച് കണ്ടെത്താനും അതിന് വിധേയരായിരിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ.